പ്രിയപ്പെട്ടവരോട് പറയുകയാ, ചെയ്തു പോയ പാപങ്ങളൊന്ന് കഴുകടാ ചെറുപ്പക്കാരാ. ഇത് പറയുമ്പോ നീ ചോദിക്കും, ഉസ്താദേ അല്ലാഹു എനിക്ക് പുറത്തു തരുവോ ഉസ്താദേ? അല്ല പുറത്തു തരുവടാ പൊന്നുമോരെ. അല്ലാഹു പറയുകയാണ്, കുല്യാ ഇബാദിയല്ലദീന അസ്റഫൂ അലാ അൻഫുസിഹിം ലാ തഖ്നതൂ മിർ റഹ്മത്തില്ലാഹ്. ഇതല്ലയല്ലേടാ പറഞ്ഞത്? പരിശുദ്ധമായ ഖുർആൻ പറയുകയാ. അല്ലാഹു പറയുന്ന നബിയേ, എന്റെ അടിമകളോട് പറഞ്ഞു കൊടുക്ക് നബിയേ, അവരെത്ര വലിയ പാപം ചെയ്തവരാണെങ്കിലും എന്നോടൊന്ന് ചോദിക്കാൻ പറ നബിയേ. അല്ലാഹരെന്നറിയുവോ? 100 കൊല ചെയ്തവന് പുറത്തു കൊടുത്തവരാ. സ്വന്തം പെമ്മക്കളെ ജീവനോടെ കുടിച്ച് മൂടിയ അപരാധികൾക്ക് പുറത്തു കൊടുത്തവരാ നിന്റെ റബ്ബ്. പിന്നെ എന്തിനാടാ പേടിക്കുന്നത്? അതുകൊണ്ട് ചെയ്തത് നീ അല്ലാഹുവോട് പറയണം. ഒരു ചരിത്രം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാ. ഞാൻ വലിയ പാപം ചെയ്തവനാണ്, അതുകൊണ്ട് ഇനി എന്തായാലും നശിച്ചു, ഇനി പോകട്ടെ, എന്തായാലും നനഞ്ഞു, ഇനി കുളിച്ചു കയറാമെന്ന് പറഞ്ഞ് നടക്കല്ലേ. ഒരു ചരിത്രം പറഞ്ഞു തരട്ടെ. മഹാനായ ഇമാമുനാ ശാഫി റളിയല്ലാഹു തആല അൻഹു മഹാനവറുകൾ അവിടുന്ന് ഒരു ചരിത്രം പറയുകയാണ്. മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളു അല്ലാഹുവിന്റെ പ്രവാചകന്റെ വീടിന്റെ അകത്തേക്ക് മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിന്റെ പ്രവാചകന്റെ വീടിന്റെ അകത്തേക്ക് കരഞ്ഞു വിളിച്ചുകൊണ്ട് ഓടി വരികയാണ്. ഉമർ വല്ലാതെ കരയുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുന്നു, എന്തേ ഉമറേ കരയുന്നത്? ആരാ നിന്നെ വേദനിപ്പിച്ചത്? ആരാ നിന്നെ ഉപദ്രവിച്ചത്? നിനക്കെന്താണ് സംഭവിച്ചത്? അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുമ്പോ ഉമർ തങ്ങൾ പറയുന്നു, യാ റസൂലല്ലാഹ്, എന്നെ ആരും ഉപദ്രവിച്ചില്ല, ആരും വേദനിപ്പിച്ചില്ല. പിന്നെ എന്തിനാണ് ഞാൻ കരയുന്നതെന്നറിയുവോ? വരുന്ന വഴിയിൽ ഒരു ചെറുപ്പക്കാരൻ നിന്ന് കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യുകയാ. അതാ ഉമർ തങ്ങൾ ഇങ്ങനെ നടന്നു വരുമ്പോ ഒരു ചെറുപ്പക്കാരൻ കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യുകയാണ്. അവന്റെ കരച്ചൽ കണ്ടിട്ട് കരഞ്ഞതാ നബിയേ. റസൂലുള്ളാഹിന് വല്ലാത്ത അത്ഭുതമായി. കാരണം പറയുന്നത് ഉമറാണ്. ആരാ ഉമറാരാ? കിസ്റയെയും കൈസറിനെയും വിറപ്പിച്ച ഉമർ. ശൈത്താൻ പോലും ഉമർ നടക്കുന്ന വഴിയിലൂടെ നടക്കൂല. ഈ ഉമറിനെ കരയിപ്പിച്ചതാരാ? അല്ലാഹ്. ആ ചെറുപ്പക്കാരനെ വിളിച്ചു കൊണ്ടുവരാ പറയുകയാണ്. മുത്തുനബിയുടെ മുന്നിലേക്ക് കൊണ്ടുവന്നു. അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, എന്തിനാ മോനെ കരയുന്നത്? നബിയേ, എന്റെ ജോലി എന്തായിരുന്നെന്നറിയുമോ നബിയേ? എന്റെ നാട്ടിൽ ആരെങ്കിലും മരണപ്പെട്ട് കഴിഞ്ഞാൽ മയ്യത്ത് കുളിപ്പിച്ചു, കഫം പൊതിഞ്ഞു, പള്ളിയിൽ കൊണ്ടുപോയി നിസ്കാരം കഴിഞ്ഞു, പള്ളിപ്പറമ്പിൽ കൊണ്ടുപോയി 6 അടി മണ്ണിന്റെ അകത്ത് ഇറക്കി വെച്ചു, അവസാന പലകയെടുത്ത് നിരത്തി പിടിമണ്ണ് വാരിയെറിഞ്ഞു, എല്ലാവരും സലാം പറഞ്ഞിട്ട് പിരിഞ്ഞു പോകുമ്പോ ആരും കാണാതെ ഖബറിന്റെ മുകളിൽ ഞാനൊരടയാളം വെക്കുകയാണ്. എന്നിട്ട് ഞാൻ എന്റെ വീട്ടിലേക്ക് കടന്നു ചെന്നു. രാത്രി എല്ലാവരും ഉറങ്ങിക്കഴിയുമ്പോ മണ്ണ് കുടിക്കുന്ന ഒരു ആയുധവും എടുത്തുകൊണ്ട് പള്ളിപ്പറമ്പിൽ അടയാളം വെച്ച ഖബറിന്റെ ചാരത്ത് പാതിരാത്രി കടന്നു ചെന്നിട്ട് മണ്ണുകൾ വെട്ടി മാറ്റുകയാണ്, പലകയെടുത്ത് മാറ്റുകയാണ്, ഖബറിന്റെ അകത്തിറങ്ങുകയാണ്. ആ മനുഷ്യനെ പൊതിഞ്ഞിരിക്കുന്ന 3 കഷ്ടം തുണിയുണ്ടല്ലോ, ആ കഫം തുണികൾ ഞാൻ അടിച്ചെടുക്കും നബിയേ. ഞാൻ കഫം തുണി മൂട്ടിക്കുന്ന കള്ളനാണ് നബിയേ. കഴുകി ശുദ്ധമാക്കി അതാ പട്ടണത്തിൽ കൊണ്ട് വിൽക്കുന്ന ജോലിയാ. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ആ ചെറുപ്പക്കാരൻ പറയുന്നു, യാ റസൂലല്ലാഹ്, എന്റെ നാട്ടിലെ ഖബർസ്ഥാനിൽ കിടക്കുന്ന
സർവ മയ്യത്തുകളും ഔറത്തു മറയ്ക്കാതാ കിടക്കുന്നത്. കാരണം ഞാൻ അവരുടെ തുണി മൂട്ടിച്ച കള്ളനാട്. റസൂലുള്ളാഹിന്റെ മുന്നിലിരുന്ന് കരയുമ്പോ പ്രവാചകൻ പറഞ്ഞു, നീ കരയണ്ട, അല്ലാഹു നിനക്ക് പുറത്തു തരും മോനെ. പക്ഷേ ആ ചെറുപ്പക്കാരൻ കരച്ചിൽ നിർത്തുന്നില്ല. ഒരു ഭ്രാന്ത് പിടിച്ച മനുഷ്യനെ പോലെ കിടന്ന് വിളിച്ചു കൂവുകയാ. ഇനി എന്തിനാ കരയുന്നത്? ഈ പാവമല്ല നബിയേ, ഈ പാവമല്ല നബിയേ, എന്നെ പോലെ ദ്രോഹം ചെയ്ത ഒരാൾ ഈ ദുനിയാവിലില്ല. ഞാൻ അത്രയ്ക്കും വലിയ കൊടും പാപം ചെയ്തവനാ. എനിക്കല്ല പുറത്തു തരൂല. മണ്ണ് വാരിയിട്ട് തലയിലിടുകയാണ്, കിടന്ന് വിളിച്ചു പോവുകയാണ്. റസൂലുള്ളാഹി ചോദിച്ചു, അത്രയ്ക്കും വലിയ എന്തു പാപമാ നീ ചെയ്തത്? യാ റസൂലല്ലാഹ്, എന്റെ നാട്ടില് കാണാൻ അഴകുള്ള ഒരു ചെറുപ്പക്കാരിയായ അല്ലാഹുവിനെ പേടിച്ച് ജീവിച്ച ഒരു പെണ്ണു മരിച്ചു നബിയേ. യുവത്വത്തിന്റെ നടുവിലൂടെ നടന്നുപോയ ഒരു സുന്ദരിയായ അല്ലാഹുവിനെ പേടിച്ച് നടന്ന ഒരു പെണ്ണു മരിക്കുകയാണ്. അവളുടെ മയ്യത്ത് കൊണ്ടുപോയി കബറടക്കി അടയാളം വെച്ച് തിരിച്ചു വന്നു. പാതിരാത്രി എപ്പോഴും പോകുന്നത് പോലെ പോയി കബറിന്റെ മണ്ണ് മാറ്റി അകത്തിറങ്ങി പെണ്ണിന്റെ ശരീരത്ത് നിന്ന് തുള്ളികൾ അഴിച്ചെടുത്തു, പലകയെടുത്ത് നിരത്തി മണ്ണിട്ട് മൂടി. എന്നിട്ട് ഞാനിങ്ങനെ പള്ളിപ്പറമ്പിലൂടെ നടക്കുമ്പോ യാ റസൂലല്ലാഹ്, ഒരു നൂൽബന്ധം പോലുമില്ലാതെ ഖബറിന്റെ അകത്ത് കിടക്കുന്ന പെണ്ണിനെ എനിക്ക് ഓർമ്മ വന്നു നബിയേ. അവളുടെ ശരീരം എന്റെ മനസ്സിലേക്ക് കടന്നു വന്നു നബിയേ. എനിക്ക് വികാരം തോന്നി നബിയേ. എനിക്ക് അവളോട് ആഗ്രഹം തോന്നി നബിയേ. രണ്ടാമതും ഖബറിന്റെ ചാരത്ത് കടന്നു ചെന്നിട്ട് മണ്ണുകൾ വെട്ടി മാറ്റി പലകയെടുത്ത് മാറ്റി ഖബറിന്റെ അകത്തിറങ്ങിയിട്ട് മആദല്ലാഹ്, ആ മയ്യത്തിനെ പോലും ഞാൻ വെറുതെ വിട്ടില്ല നബിയേ. ഞാൻ വ്യഭിചരിച്ചു നബിയേ. ഉമർ തങ്ങൾ ബോധം കെട്ട് വീണു. കേൾക്കേണ്ട താമസം. മയ്യത്തിനെ വ്യഭിചരിച്ച കഥ പറയുമ്പോ ഉമർ തങ്ങൾ പിടഞ്ഞു വീണു. അല്ലാഹുവിന്റെ റസൂൽ തളർന്നുപോയി. കൈകാലുകൾ ഇരുന്ന് വിറയ്ക്കുകയാണ്. മുത്തുനബി പൊട്ടിക്കരയുന്ന കണ്ണിലൂടെ കണ്ണുനീരിങ്ങനെ ഒഴുകുകയാണ്. അല്ലാഹുവേ, എത്ര വലിയ പാപപാട്! മരിച്ച മയ്യത്തിനെ ഖബറിന്റെ അകത്തിട്ട് വ്യഭിചരിച്ചവരാ. അല്ലാഹുവേ, മുത്തുനബി കരഞ്ഞുകൊണ്ടിരിക്കുമ്പോ ഈ ചെറുപ്പക്കാരൻ ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്, ഫഹല്ലി മിനത് തൗബ, എനിക്കല്ല പുറത്തു തരുവോ നബിയേ, എനിക്കല്ല പുറത്തു തരുവോ നബിയേ. മുത്തുനബി പറഞ്ഞു, കരയടാ. അല്ലാഹുവിന്റെ മുന്നിൽ പാതിരാത്രി എഴുന്നേറ്റിട്ട് സുജൂദിൽ കിടന്നുകൊണ്ട് ചെയ്തത് പടച്ചവരോട് ഏറ്റു പറമോരേ, അല്ലാഹു നിനക്ക് പുറത്തു തരുമെന്ന് പ്രവാചകൻ പറയുമ്പോ എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ, എത്ര വലിയ പാപം ചെയ്താലും നീ ഇങ്ങനെ ഒരു ദ്രോഹം ചെയ്തവനല്ലല്ലോ, നീ മയ്യത്തിനെ വ്യഭിചരിച്ചവനല്ലല്ലോ. എടാ, അങ്ങനെ വ്യഭിചരിച്ചവൻ അല്ലാഹു പുറത്തു കൊടുത്തില്ലേ? അതുകൊണ്ട് ഇന്നത്തെ ദിവസം നിനക്കുള്ളതാണ്. എങ്ങനെ പറയണമെന്നറിയുമോ? എങ്ങനെയാണ് പറയേണ്ടതെന്നറിയുമോ? പൊറുക്കന്റെ പാപം സയ്യിദി വെറുക്കാതെ പൊറുക്കുന്നവനാരുണ്ട് നീയല്ലാതെ. അല്ലാഹ്, ഈ ലോകത്ത് നിന്നെക്കാളും പൊറുക്കുന്ന ഒരാളില്ല തമ്പുരാന്. നിന്നെക്കാളും പൊറുക്കുന്ന ഒരാൾ ഈ പ്രപഞ്ചത്തിലില്ല. നീയല്ലാതെ എനിക്കാരുമില്ല. നീ എന്നെ ആട്ടി ഓടിച്ചാ ഞാൻ എവിടെ പോകാനാ? അല്ലാഹ്, പടച്ചവനെ, ഈ ദുനിയാവെന്നെ ചതിച്ചതാണ്. ഈ ദുനിയാവെന്നെ ചതിച്ചതാണ്. ശൈത്താൻ എന്നെ പിഴപ്പിച്ചതാ തമ്പുരാന്. ഇഹലോക ആർഭാടങ്ങൾ എന്നെ വലച്ചതാ. നഫ്സെന്നെ ഉന്തി തള്ളി വിട്ടു ചതിച്ചതാ. അല്ലാതെ ധിക്കരിച്ചല്ല റബ്ബേ നിന്നെ,
അതുകൊണ്ട് ആട്ടരുതിലാഹേ എന്നെ. എന്ത് ചെയ്താലും നീ കാണുമെന്ന് എനിക്കറിയാം. എന്നിട്ട് ചെയ്തത് അഹങ്കാരം കൊണ്ടല്ല, ധിക്കാരം കൊണ്ടല്ല, നീ കണ്ടാ എനിക്കൊന്നുമില്ലെന്ന് കരുതിയിട്ടല്ല. പെട്ടുപോയതാ തമ്പുരാന്, എനിക്ക് നീ പുറത്തു തരണേ അല്ലാ. അതുകൊണ്ട് ഈ സദസ്സിലിരിക്കുന്നവരോട് പറയുകയാണ്, ചെയ്തു പോയ പാപം ഇന്ന് ഏറ്റുപറഞ്ഞാൽ, റബ്ബിന്റെ മുന്നിൽ ഏറ്റുപറഞ്ഞ അല്ലാഹു നീതിമാനാണ്, അല്ലാഹു നീതിമാനാണ്. ഒരു ശിക്ഷ, ഒരു തെറ്റിന്റെ പേരില് അല്ലാഹു ഒരു മനുഷ്യനെ 2 പ്രാവശ്യം ശിക്ഷിക്കില്ല എന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഉറക്കെ നബി മുഹമ്മദ് മുസ്തഫ. എന്റെ സഹോദര, ചെയ്ത പാപവും ഇങ്ങനെ തലയിൽ വെച്ചുകൊണ്ട് നടക്കുന്ന എന്തിനാ? നന്നാകണ്ടേ? ഒന്ന് നന്നായി കൂടെ? അപ്പൊ നീ ചോദിക്കും, ഉസ്താദ് അല്ല എനിക്കിടാ, നിങ്ങൾ ആരെങ്കിലും മയ്യത്തിനെ വ്യഭിചരിച്ചിട്ടുണ്ടോ? ഈ സദസ്സിൽ ആരെങ്കിലും വ്യഭിചരിച്ചിട്ടുണ്ടോ? ഉണ്ടോ? അടാ, കബറിന്റെ അകത്ത് കൊണ്ടുപോയ കബറടക്കിയ പെണ്ണിനെ കബറുമാന്തിയിട്ട് അതിനകത്ത് കിടന്ന് വ്യഭിചരിച്ചവൻ അല്ല പുറത്തു കൊടുത്തെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി. പിന്നെ നിനക്കെന്ത് ചോദിക്കാൻ പേടി? നിനക്കെന്ത് ചോദിക്കാൻ പേടി? അല്ലയല്ലേ പറഞ്ഞേ, ഖുൽ യാ ഇബാദിയല്ലദീന അശ്റഫു അലാ അൻഫുസിഹിം ലാ തഖ്നതു മിർ റഹ്മത്തില്ലാഹ്. ഞാൻ പുറത്തു തരാന്ന് അല്ലയല്ലേ പറഞ്ഞേ, പിന്നെ എന്തേ ചോദിക്കാത്തത്? അല്ലാഹു തൗബ ചെയ്യാൻ ഭാഗ്യം തരുമാറാകട്ടെ. അല്ലാഹു തൗബ ചെയ്യാൻ ഭാഗ്യം തരുമാറാകട്ടെ. തൗബ ചെയ്താ കിട്ടുന്ന പ്രതിഫലം നാളെ പരലോകത്ത് ചെല്ലുമ്പോ ചാകാൻ കിടന്ന ഒരു പട്ടിക്ക് വ്യഭിചാരിയായ പെണ്ണ് കുടിക്കാൻ ഇത്തിരി വെള്ളം കൊടുത്തപ്പോ അല്ലാഹു സ്വർഗം കൊടുത്തെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അപ്പൊ അള്ളാഹ് അത്രയ്ക്കും കരുണയുള്ളവനാ. ഒരു തെറ്റിന്റെ പേരിൽ ഇന്ന് നീ ഇവിടെ വെച്ച് ഏറ്റുപറഞ്ഞ് കരഞ്ഞു വിളിച്ച് നീ തൗബ ചെയ്താ നാളെ അള്ളാഹു പരലോകത്ത് നിന്നോട് കരുണ കാണിക്കുമെന്ന് നബിയിനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് പാപം പൊറുക്കുന്ന മാസമാണ് ഈ മാസം. ഇനി ഈ മാസത്തിൽ കയ്യിലെണ്ണാവുന്ന മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ. ഇനിയും നിനക്ക് അവസരമുണ്ട്. അതാ ഞാൻ പറഞ്ഞേ, ഇനിയും നിങ്ങൾക്ക് അവസരമുണ്ട്. നന്നാകണമെങ്കിൽ ഇന്ന് നന്നായിക്കോണം. നേരം വെളുക്കുന്നത് വരെ കാത്തിരിക്കണ്ട. ഇനി അല്ല നിനക്ക് അവസരം തന്നില്ല എന്ന് ഞാനോ നിങ്ങളോ പറയാൻ പാടില്ല. ഒരു ചാൻസ് കൂടെ തരുന്നു, വേണമെങ്കിൽ നന്നായിക്കോ. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. കഴിഞ്ഞു പോയതിനെ കുറിച്ചൊന്ന് വിചാരണ ചെയ്യ ചെറുപ്പക്കാരാ. കഴിഞ്ഞു പോയതിനെ കുറിച്ചൊന്ന് ആലോചിക്കടാ. എന്നിട്ട് നിനക്കൊന്ന് തൗബ ചെയ്തുകൂടെ? കള്ളു കുടിച്ചിട്ടുണ്ടോ? പെണ്ണ് പിടിച്ചിട്ടുണ്ടോ? പലിശ തിന്നിട്ടുണ്ടോ? ഭർത്താവിനെ വഞ്ചിച്ചിട്ടുണ്ടോ? ഭാര്യയെ വഞ്ചിച്ചിട്ടുണ്ടോ? പോറ്റി വളർത്തിയ മാതാപിതാക്കളെ ചതിച്ചിട്ടുണ്ടോ? എന്തെല്ലാം വൃത്തികേടുകൾ ഞാനും നിങ്ങളും ജീവിതത്തിൽ ചെയ്തവരാട്. ഇതിങ്ങനെ ചുമന്നുകൊണ്ട് നടക്കണോ? ഇതൊക്കെ ഒന്ന് കഴുകണ്ടേ? നമുക്കൊന്ന് ശുദ്ധമാകണ്ടേ? നമുക്കൊന്ന് നല്ല രീതിയിൽ മരിക്കണ്ടേ? അതുകൊണ്ട് ചെയ്തത് നീ അല്ലാഹുവോട് പറയണം. കള്ളു കുടിച്ചെങ്കിൽ നീ പറയണം കുടിച്ചെന്ന്. വ്യഭിചരിച്ചെങ്കിൽ പറയണം വ്യഭിചരിച്ചെന്ന്. പലിശ തിന്നെങ്കിൽ പറയണം പലിശ തിന്നെന്ന്. ഒരു നാണവും വേണ്ട, ഒരു മടിയും വേണ്ട. ചെയ്തത് അല്ലാഹുവിന്റെ മുന്നിൽ നീ ഏറ്റു പറയടേ. പാപങ്ങൾ ഓരോ നെണ്ണി നീ കരയേണ്ടതാ. വിജനസ്ഥലം മതി നേറ്റവും പറ്റുന്നതാ. നീ ചെയ്ത തെറ്റിൻ്റെ ആഴമൂർത്തിട്ടുണ്ടടാ നടി. നിറയട്ട മണ്ണാൽ നിന്റെ മുഴുവൻ തലമുടി. ഇത് കണ്ടു നിന്നോടലിവ് റബ്ബിന് തോന്നണം. പടിവാതിലൊഴിയാതെവിടെയും നീ കരയണേ. ചെയ്തു പോയ പാപമല്ലാന്റെ മുന്നില് ഓരോന്നായി ഏറ്റു പറയണം. മണ്ണുവാരി തലയിലിട്ടിട്ട് കടന്ന് കരയടാ, കടന്ന് വിളിച്ചു കൂവടാ. അല്ലാഹുവിന് നിന്നോട് കരുണ തോന്നട്ടെ. നീ ഒരു ഭ്രാന്തനെ പോലെ അല്ലാഹുവേ നീ കടന്ന് നിലവിളിക്കുന്നത് കാണുമ്പോ അല്ലാഹുവിന് നിന്നോട് കരുണ തോന്നട്ടെ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ, മോനെ കള്ളു കുടിച്ചെന്ന് പറഞ്ഞിട്ട്, വ്യഭിചരിച്ചെന്ന് പറഞ്ഞിട്ട്, പലിശ ചെയ്ത് കുടിത്തിന്നെന്ന് പറഞ്ഞിട്ട്,
ഒരുപാട് വൃത്തികേടുകൾ ചെയ്തു. നന്നാകാൻ മനസ്സില്ലാതെ നടക്കല്ലേടാ. എന്റെ പ്രിയപ്പെട്ട പെങ്ങന്മാരോട് പറയുകയാ, മോളെ ഒരുപാട് പാപം നീ ചെയ്യുന്നുണ്ട്, ആരും അറിയുന്നില്ല, അത് രഹസ്യമായിട്ടിരിക്കുകയാണ്. പക്ഷേ ഞാൻ നിന്നോട് ചോദിക്കുകയാ, ഓരോ പ്രാവശ്യവും നീ രക്ഷപ്പെടുന്നത് നിന്റെ ബുദ്ധിയാണെന്ന് നീ കരുതരുത്. ചെറുപ്പക്കാരാ, ഓരോ പ്രാവശ്യവും നീ രക്ഷപ്പെടുന്നത് വല്ലവന്റെ പെണ്ണും പിള്ളയുടെ മണിയറയിൽ കടന്നു പോയിട്ട് നാട്ടുകാര് പിടിക്കാതെ രക്ഷപ്പെടുന്നത് നിന്റെ തന്ത്രമാണെന്ന് നീ കരുതരുത്. അള്ളാഹു പൊട്ടനൊന്നുമല്ലടാ ചെറുപ്പക്കാരാ. അള്ളാഹു ഒന്നും കാണാത്തവനല്ലടാ. അള്ളാഹു എന്തിനാണ് നിന്നെ പിടിപ്പിക്കാത്തതെന്നറിയോ? നിന്റെ പെറ്റ തള്ളയുണ്ടല്ലോ, നിന്നെ നൊന്തു പ്രസവിച്ച നിന്റെ ഉമ്മ, നിന്റെ വാപ്പ, അവരെ നാണം കെടുത്തണ്ട എന്ന് കരുതിയട്ടാടാ. പെങ്ങളെ, നീ ചെയ്യുന്ന അഹങ്കാരത്തിന്റെ പേരിൽ നിന്റെ പിഞ്ചുമക്കളെ യതീമാക്കണ്ട എന്ന് കരുതിയിട്ട് റബ്ബ് കാണിക്കുന്ന കരുണയാ. പക്ഷേ എന്നും അങ്ങനെയാകണമെന്നില്ല. പല നാൾ കള്ളൻ ഒരു നാൾ പിടിക്കപ്പെടും പൊന്നുമോനെ. അതുകൊണ്ട് തുടരല്ലേ. നമുക്ക് അല്ലാഹുവിന്റെ മുന്നിലൊന്ന് ഏറ്റു പറയാൻ കഴിയുമോ? ഒരു പേടിയും വേണ്ട. എത്ര വലിയ ദ്രോഹം ചെയ്താലും നിന്റെ റബ്ബ് പുറത്തു തരുന്നവനാ. അല്ലാഹു കരുണയുള്ളവനാണ്, അല്ലാഹു ഗഫൂറാണ്, അല്ലാഹു റഹീമാണ്. അല്ലാഹു തൗബ ചെയ്യാനുള്ള മനസ്സ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു തൗബ ചെയ്യാൻ മനസ്സ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വൈവിധ്യങ്ങൾ നിറഞ്ഞ ഇത്തരം മതപ്രസംഗങ്ങൾ യൂട്യൂബിലൂടെ നിങ്ങൾക്ക് ലഭിക്കാൻ മ്യൂസിലാൻഡ് ഓഡിയോസിന്റെ ഇസ്ലാമിക് ചാനലായ മ്യൂസിലാൻഡ് ഇസ്ലാമിക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ബട്ടണോടൊപ്പമുള്ള ബെല്ലൈക്കൺ കൂടി അമർത്തിയാൽ നിങ്ങളുടെ മൊബൈൽ ഫോണിലും ഞങ്ങളുടെ പുതിയ റിലീസുകൾ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്.